Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് iQOOന്റെ ഏറ്റവും പുതിയ സ്മാർട്ട്ഫോൺ ആയ iQOO Z6 ആണ്. അപ്പോൾ iQOO എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പോൾ അടുത്ത് 9 സീരീസ് ഇറക്കിയിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു. iQOOന് വേറൊരു സീരീസാണ് Z സീരീസ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണ്ട് ഫോണാണ് iQOO Z3 അറൗണ്ട് 20,000 രൂപയ്ക്ക് ഇറങ്ങിയത്. പിന്നെ iQOO Z5 ഇറങ്ങിയിരുന്നു അറൗണ്ട് 25,000 ആ പ്രൈസ് കാറ്റഗറിയിലാണ് വന്നത്. രണ്ടും തന്നെ നല്ല ഡിവൈസായിരുന്നു, നല്ല പവർഫുൾ ഹാർഡ്വെയർ ആണ്. ഇപ്പോൾ പുതിയതായി ഇറക്കിയ ഡിവൈസാണ് iQOO Z6. അപ്പോൾ ഇതിൻ്റെ വില ആക്ച്വലി iQOO Z3 Z5നേക്കാളും കുറവാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ കാർഡ് ഓഫർ ഉണ്ട്. കാർഡ് ഓഫർ 2,000 രൂപ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ 14,000 രൂപ, അതായത് 13,999 രൂപയ്ക്ക് നിങ്ങൾക്ക് iQOO Z6 കിട്ടും. ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 ചിപ്പാണ് വരുന്നത്. ഇൻഫാക്ട് ഈ ഡിവൈസിന് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് വിവോ T1 ആയിട്ട്. അതും 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഡിവൈസാണ്. അപ്പോൾ iQOO Z6ൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് iQOO Z6ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. അതിനുമായിട്ട് ഇവിടെ നമുക്ക് എഴുതി കാണാം iQOO Z6 എന്ന് എഴുതി കാണാം. iQOOൻ്റെ റെഗുലർ ബോക്സ് തന്നെയാണ് വരുന്നത്. ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല. സാർ വാല്യൂ ഉണ്ട്. 1.16 ആണ് ഹെഡ് സാറ്, 0.98 ആണ് ബോഡി സാറ്. ക്രോമാറ്റിക് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 8GB റാമും 128GB സ്റ്റോറേജുമാണ്. രണ്ട് 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. N77 N78 അങ്ങനെ രണ്ട് ബാൻഡ് മാത്രമേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് iQOOൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇതൊന്ന് പുറത്തെടുക്കാം, ഇതിൽ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻഫർമേഷൻ വാറൻറ്റി കാർഡൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് എന്താ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ സാർ വാല്യൂ വീണ്ടും എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. വാറൻറ്റി ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ നമുക്കൊരു കേസാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് TPU കേസാണ്. നമ്മൾ എല്ലാ ഫോണിലും കാണുന്ന പോലെ തന്നെയുള്ള TPU കേസാണ്. പിന്നെ ഇതാണ് ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണ് കൂടി വരും നോക്കാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു USB Type-C ചാർജിങ് കേബിളാണ്. ഡേറ്റ സിങ്കിനുള്ള ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു 18 വോട്ട് അഡാപ്റ്ററാണ്. 18 വോട്ട് 9 വോൾട്ട് 2 ആംപിയർ 18 വോട്ടേ മാക്സിമം സപ്പോർട്ടുള്ളൂ. വിവോ T1 പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇവിടെ ഒരു ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്, പഞ്ച് ഹോൾ അല്ല. കുറച്ചൊരു ഔട്ട്ഡേറ്റഡ് ഡിസൈനാണെന്ന് വേണമെങ്കിൽ പറയാം. ഡ്രോപ്പ് നോച്ച് ഇപ്പോൾ ഒട്ടുമിക്ക ഫോണുകളിൽ നിന്ന് മാറിപ്പോകുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസൈൻ ലാംഗ്വേജ് വെച്ച് നോക്കുകയാണെങ്കിൽ വിവോ T1 തന്നെ ഡിസൈൻ തന്നെയാണ്. ഒരു 120 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് സ്മാർട്ട് സ്വിച്ച് ആണ്. അതായത് 60 Hz ഉണ്ട്, 90 Hz ഉണ്ട്, 120 Hz ഉണ്ട്. അല്ലെങ്കിൽ സ്മാർട്ട് സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ആപ്പിൻ്റെ ഇതിനനുസരിച്ച് സ്മാർട്ടായിട്ട് സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ 120ലാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ സൈഡ് ഒരു ഫ്ലാറ്റ് പാനലാണ് വരുന്നത്. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതൊരു പവർ ബട്ടൺ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു വോളിയം കീസ് കാണാം. ബാക്ക് പാനൽ ആക്ച്വലി നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MP പ്രൈമറി സെൻസറാണ്. ഒരു മാക്രോ സെൻസറും ഒരു മോണോ സെൻസറും ഉള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. അതാണ് ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ iQOO ബ്രാൻഡിങ് കാണാം. ഒരു ക്രോമാറ്റിക് ബ്ലൂ, അതായത് ഒരു ഗ്രേഡിയൻ ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ് വരുന്നത്. പിന്നെ ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ്. മോൾ ഭാഗത്ത് സിം ട്രേ കാണാം. സിം ട്രേ ആക്ച്വലി ഹൈബ്രിഡ് സ്ലോട്ടാണ്, ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ. കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. ഒരു ക്യാമറ സിസ്റ്റം ആക്ച്വലി ഡിസൈൻ പറയുക വിവോ T1ൻ്റെ തന്നെ ഡിസൈനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ IPS LCD പാനലാണ്. 120 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല, നല്ല സ്മൂത്താണ്. അതേപോലെ തന്നെ നമുക്ക് റിഫ്രഷ് റേറ്റും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും തന്നെ കാണാനില്ല. പക്ഷേ LCD പാനലാണ്, AMOLED അല്ല വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് വിവോൻ്റെ ഫൺ ടച്ച് OS ആണ്. അപ്പോൾ വിവോൻ്റെ ഫൺ ടച്ച് OS നമുക്കറിയാൻ വേണ്ടിയില്ലേ, നമ്മൾ പല ഫോണുകളിലും കണ്ടാണ്. ഈ അടുത്തിറങ്ങിയ വിവോൻ്റെയും iQOOൻ്റെയും ഫോണുകളിലെല്ലാം നമ്മൾ കണ്ടത് ഇതാണ് ഫൺ ടച്ച് OS ആണ്. ഇവിടെ നമുക്ക് ഫൺ ടച്ച് OS ആണ് കിട്ടുന്നത്. നമുക്ക് എബൌട്ട് ഫോൺ എടുക്കാം. 2.2 GHz ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ആണ്. 8+4GB എക്സ്റ്റെൻഡബിൾ റാമാണ് വരുന്നത്. പിന്നെ നമുക്ക് Android 12 കിട്ടുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല ഫോൺസിലും Android 11 തന്നെയാണ്. ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ആസ്പെക്റ്റാണ്. 8+4GB എക്സ്റ്റെൻഡബിൾ റാമും ഇൻക്ലൂഡഡ് ആണ്.
ഇനി സോഫ്റ്റ്വെയറിൻ്റെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിവോൻ്റെ ഫൺ ടച്ച് ചോയ്സിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസോ വേണമെങ്കിലും ടീംസ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഡൈനാമിക് എഫക്ട്സ് ഒരുപാടുണ്ട്. അതായത് ചാർജിങ് ആനിമേഷൻ, USB ഇൻസേർട്ടഡ് ആനിമേഷൻ, സ്ക്രീൻ ഓഫ് ഓൺ, ഫേഷ്യൽ റെക്കഗ്നിഷൻ, അതായത് ഫേസ് അൺലോക്കിനുള്ള ആനിമേഷൻ, അങ്ങനെ ഒരുപാട് ആനിമേഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഗെയിം മോഡ് ഉണ്ട്, പിന്നെ എസ് ക്യാപ്ചർ മോഡ്, എസ് മോഷൻ മോഡ്, ക്വിക്ക് ആക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാൻ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. എങ്കിലും ഫൺ ടച്ച് ചോയ്സ് കുറച്ചും കൂടെ റിഫൈൻഡ് ആവാമെന്നാണ് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ. എങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം വിട്ടുപോയത് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയിൽ IPS LCD പാനലിൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 ചിപ്പാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 468 GB 3 വേരിയൻ്റ് ഉള്ളത്. 4 GB റാം വേരിയൻറ്റിന് ഒരു കുഴപ്പം എന്താ വെച്ചാൽ 4 GB റാം വേരിയൻറ്റിൽ നൈറ്റ് മോഡും അതേപോലെ ബൊക്കെ മോഡും ക്യാമറയ്ക്ക് ഇൻക്ലൂഡഡ് അല്ല. അതൊരു പ്രോസസ്സർ ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. കാരണം 4 GB റാം പോരാ, 6 GB റാമും 8 GB റാം വേരിയൻറ്റിലും മാത്രമേ ഈ രണ്ട് ഫീച്ചർ, അതായത് ബൊക്കെ മോഡും നൈറ്റ് മോഡ്, ക്യാമറയിലെ നൈറ്റ് മോഡും ഈ രണ്ട് വേരിയൻസിൽ മാത്രമേ ഉള്ളൂ 4 GB റാം വേരിയൻറ്റിൽ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും 6 GB റാം വേരിയൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും പൈസ കുറഞ്ഞാണ് നോക്കുന്നതെങ്കിൽ മാത്രം 4 GB എടുക്കുക. അപ്പോൾ ഈ രണ്ട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അതാണ് നമുക്ക് ബാക്കി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 നല്ലൊരു ചിപ്പാണ്. ആക്ച്വലി ഒരു നല്ല മിഡ് റേഞ്ച് ചിപ്പാണ്. ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈവൻ സ്നാപ്ഡ്രാഗൺ 765ൻ്റെ ഒക്കെ അത്ര എത്തുന്ന ഒരു ചിപ്പാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് ആക്ച്വലി സ്നാപ്ഡ്രാഗൺ 765. ഒന്നെന്ന് വെച്ചാൽ അതിനകത്ത് 4K സപ്പോർട്ടില്ല വീഡിയോസിന്. 1080p 60 FPS മാത്രമേ മാക്സിമം സപ്പോർട്ടുള്ളൂ. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം സ്നാപ്ഡ്രാഗൺ 695 ഡിവൈസിൻ്റെ അല്ല. വേറൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിനകത്ത് HDR10 സപ്പോർട്ടില്ല സ്നാപ്ഡ്രാഗൺ 695. അപ്പോൾ ഈ ഡിവൈസിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല, പക്ഷേ ഞാൻ ജനറൽ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ക്യാമറ ഒന്ന് നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. 50 MP ക്യാമറയുണ്ട്, പക്ഷേ അൾട്രാവൈഡ് മിസ്സിംഗ് ആണ്. അതാണ് ഒരു പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് 1080p റെസൊല്യൂഷൻ അറ്റ് 60 and 30 FPS സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം iQOO Z6 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ്. Vivo T1 പോലെ തന്നെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസും വരുന്നത്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പക്ഷേ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും 18 വാട്ട് ചാർജിങ്ങേ സപ്പോർട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചധികം ടൈം എന്താണെങ്കിലും എടുക്കും. Vivo T1ൻ്റെ പോലെ തന്നെ നല്ലൊരു സ്ലോ ചാർജിങ് ആണ്. അത്ര ഒരു ഫാസ്റ്റ് അല്ല. കാരണം 18 വാട്ട് ചാർജിങ് അറൗണ്ട് 15,000 to 20,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ തീർച്ചയായിട്ടും കുറവാണ്. കാരണം എല്ലാ ബ്രാൻഡ്സും ഓൾമോസ്റ്റ് 33 വാട്ട് അല്ലെങ്കിൽ 67 വാട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ 18 വാട്ട് ഡെഫിനറ്റ്ലി ഒരു സ്ലോ ചാർജിങ് ആണ് നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു iQOO Z6ൻ്റെ ഒരു അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസുമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഡിവൈസ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 695 നല്ലൊരു ചിപ്പാണ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ഉണ്ട്. ബാറ്ററി ലൈഫിൻ്റെ കാര്യമാണെങ്കിലും നല്ലതാണ്. പിന്നെ ക്യാമറ എക്സ്പീരിയൻസും കുഴപ്പമില്ല. 50 MP സെൻസറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ പ്രൈസിങ് ആണെങ്കിൽ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിങ് ആണ്. 15,999 ആണ് 4 GB റാമിൻ്റെ വേരിയൻ്റെ വില വരുന്നത്. അത് നിങ്ങൾക്ക് കാർഡ് ഓഫറിലൂടെ 13,999 എടുക്കാവുന്നതാണ്. എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 6 GB റാമോ അല്ലെങ്കിൽ 8 GB റാമോ വേരിയൻ്റ് എടുക്കുമായിരിക്കും. കാരണം രണ്ട് ഫീച്ചർ അതിൽ മിസ്സിംഗ് ആണ് 4 GB റാമിൽ. അപ്പോൾ ഇതായിരുന്നു iQOO Z6 അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.